വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തി സർക്കാർ. അസാധാരണ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി. ജൂലൈ 1 ധനബില്ല് നിയമസഭയിലെത്തും. ഗസറ്റ് വിജ്ഞാപനത്തിന് പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇത്രത്തോളം വലിയ വിമർശനങ്ങൾ, വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണികൾക്കുള്ളിൽ നിന്നുമൊക്കെ വലിയ സമ്മർദ്ദമുണ്ടായതിനു ശേഷവും ഈ തീരുമാനവുമായി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് മുഖ്യമന്ത്രി, അല്ലേ? തീർച്ചയായും അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഉറപ്പിച്ചതാണ്. നേരത്തെ VM സുധീരനടക്കം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എതിർപ്പൊക്കെ അവഗണിച്ച് ഒടുവിൽ ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട്, കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അസാധാരണ ഗസറ്റ് വിജ്ഞാപനം അല്പസമയം മുമ്പാണ് പുറത്തിറങ്ങിയത്. ജൂലൈ 1 തീയതിയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ഈ ധനബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുക. അതിൽ 0.5 ദശാംശം മുതൽ 10 ദശാംശം വരെയുള്ള ആൽക്കഹോൾ അളവുള്ള മദ്യത്തിന് 120% അതിൽ നികുതി ഏർപ്പെടുത്തുന്നത്. നേരത്തെ ആ നികുതിയിൽ കുറവ് വരുത്തുന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നാണ്. UDF-ൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്, സാമുദായിക സംഘടനകൾക്കൊക്കെ കടുത്ത അസംതൃപ്തിയുണ്ട്. അവരൊക്കെ പരസ്യമായി നിലപാട് സ്വീകരിച്ചു. VM സുധീരൻ VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ അതിനെ പിൻവലിക്കണം, നിലപാട് തിരുത്തണം, ധനബില്ലിൽ ഒരു കാരണവശാലും നികുതി നിർദ്ദേശം ഉൾപ്പെടുത്താൻ പാടില്ല എന്ന കത്തിൽ രേഖപ്പെടുത്തിയിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് കടുത്ത നിലപാടുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒടുവിൽ ധനബില്ല് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി അത് MLA-മാർക്ക് ധനബില്ലിൻ്റെ പകർപ്പെത്തും. 1 തീയതിയാണ് സഭയിൽ ഈ ധനബില്ല് അവതരിപ്പിക്കുക. അവിടെ VM സുധീരൻ ഇനി സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാനത്ത് അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലിറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിൽ കടുത്ത എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉറച്ചു നിന്ന സാഹചര്യത്തിൽ കൂടിയാണ് ധനബില്ലിൽ ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കുറഞ്ഞ നികുതി ഉൾപ്പെടുത്തുന്നത്. അത് ബജറ്റിലുള്ള നിർദ്ദേശമായിരുന്നു. എക്സൈസ് മന്ത്രി M ലിജുവുമായി കൂടിയാലോചന നടത്താതെ, പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇത്തരമൊരു തീരുമാനം, നികുതി നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ വലിയ അസംതൃപ്തിയാണ് കോൺഗ്രസിനകത്തുള്ളത്. കാരണം മദ്യനയം തീരുമാനിക്കുമ്പോൾ അത് പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യണം, അത് UDF വേദിയിൽ ചർച്ച ചെയ്യണം, അത് ചർച്ചകൾക്ക് ശേഷമാണ് മദ്യനയമായി വരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി വിവാദത്തിന് നിയമസഭയിൽ നൽകിയ മറുപടി UDF വിശദമായി ചർച്ച ചെയ്യും, അതിനുശേഷമായിരിക്കും തീരുമാനമെന്നാണ്. പക്ഷേ UDF യോഗം വിളിക്കുന്നതിന് മുമ്പ്, UDF ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ മദ്യത്തിൻ്റെ നികുതി, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി, ഏറ്റവും കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ നിർദ്ദേശം, ആ ബജറ്റിലെ നിർദ്ദേശം, അത് നിയമമാക്കാൻ വേണ്ടി അത് ധനബില്ലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.